അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണീറ്റ് ഹാളിലൊക്കെ ജനലുകളും കർട്ടനുമൊക്കെ മാറ്റി പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയാണ്. ഇതൊക്കെ വല്ലപ്പോഴും കൂടി കിട്ടുന്നൊരു ഇതാണ് എനിക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ മോൻ പോയി കഴിഞ്ഞാൽ മോള് അംഗൻവാടി വിടണം. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അംഗൻവാടിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് രാവിലെ ജോലിയെല്ലാം തീർത്തിട്ട് ഒരു 9:30-10 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് വിടും. അപ്പോൾ ഈ ജനലുകളൊന്നും അങ്ങനെ തുറന്നിടാറില്ല. വീട്ടിലുള്ളപ്പോൾ മാത്രമേ തുറക്കാറുള്ളൂ. പിന്നെ ഞാൻ തിരിച്ച് വരുന്നത് തന്നെ വൈകിട്ടാവും. മോൻ ട്യൂഷൻ 6 മണി കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് അവനെ വിളിച്ചിട്ടാണ് ഞാൻ തിരിച്ചിങ്ങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജനലുകളൊക്കെ തുറന്നിടുന്ന പതിവ് ഇപ്പോൾ കുറവാണ്. രാവിലെ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. തലേദിവസം തന്നെ സാമ്പാർ ഞാൻ വേവിച്ചങ്ങ് വയ്ക്കും കേട്ടോ. എന്ന് രാവിലെ സാമ്പാർ ആണ് കറി എന്ന് ഞാൻ ഇഡ്ഡലി സാമ്പാറുമാണ് അല്ലെങ്കിൽ ദോശ സാമ്പാറുമാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ രാത്രി തന്നെ ഞാൻ സാമ്പാർ വേവിച്ചങ്ങിടും. പിറ്റേ ദിവസം എണീച്ച് കടു വറുക്കത്തേ ഉള്ളൂ. അല്ലാതെ രാവിലെ എണീച്ച് സാമ്പാർ വെപ്പ് നടക്കൂല, സമയത്ത് കിടക്കൂല. അത് കാരണം രാത്രി തന്നെ അങ്ങ് ചെയ്യും. അതാണല്ലോ എളുപ്പം. അപ്പോൾ പെട്ടെന്ന് ജോലിയും തീരും. അതുപോലെ ടേസ്റ്റും എനിക്ക് കുറച്ചുകൂടെ തലേദിവസം വേവിച്ചിടുമ്പം മസാലയൊക്കെ പിടിച്ചിരിക്കുന്നതാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഓരോരോ രീതികളാണ്. അപ്പോൾ രാവിലെ എണീച്ച് കടു വറുക്കുമ്പോൾ ആ ജോലി അങ്ങ് തീരും. പിന്നെ ചായ ഫസ്റ്റ് എണീറ്റ ഉടനെ ചായ വയ്ക്കും. മോൾ എണീറ്റ ഉടനെ ചായയാണ് ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് അവൾ എണീക്കുമ്പം തണുത്ത് കുടിക്കാൻ പരുവത്തിനായിരിക്കും. അതുകൊണ്ട് രാവിലെ എണീറ്റ ഉടനെ ഫസ്റ്റ് ചായ വയ്ക്കും. എന്ന് കടുവറുക്കാൻ നോക്കുമ്പോഴും കറിവേപ്പില കാണത്തില്ല. കറിവേപ്പില വീട്ടിൽ തന്നെ ഉണ്ട്. അത് എടുക്കാൻ സത്യം പറഞ്ഞാൽ മടിയാണ് പോകാൻ. തൊട്ട് ബാക്കിൽ തന്നെ നിൽപ്പുണ്ട്. എന്നും മറക്കും. പിന്നെ അതുപോലെ പോയി എടുക്കണ്ടേ എന്ന് ആലോചിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ കറിവേപ്പില ഇടാതെയാണ് മിക്കപ്പോഴും ഞാൻ കടുവറുക്കാറുള്ളത്. ഇന്നിപ്പോൾ പോയി എന്തായാലും എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം എടുത്ത് കുറച്ച് ഫ്രിഡ്ജ് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം സമയത്ത് നോക്കുമ്പം ഇനി എത്ര അടുത്ത് തന്നെ പോയി എടുക്കണ്ടേ, അപ്പോഴത്തേക്കും ഈ അടുപ്പിരിക്കുന്ന കാര്യം. അത് കാരണം ഞാൻ മിക്കപ്പോഴും ഒഴിവാക്കാറുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും നല്ല സമയമാണെന്ന് തോന്നുന്നു. നല്ല കണിയാണെന്ന് എനിക്ക്. അതുകൊണ്ട് ഞാൻ രാവിലെ പോയി അത് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ദോശ ചുട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ചുടും. അതാകുമ്പം പിള്ളേർക്ക് നല്ലതാണല്ലോ. അത് കഴിഞ്ഞ് ഇനി ചോറും കൂടെ വയ്ക്കണം. പിന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ട്, അതും ഒന്ന് ഫ്രൈ ആക്കണം. അത്രയേ ഉള്ളൂ. ഇന്ന് വീട്ടിലോട്ട് പോകുന്നില്ല. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും ചോറ് റെഡിയാക്കിയാലേ പറ്റുള്ളൂ. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. 10 മണിയായപ്പോഴത്തേക്കും സകല ജോലിയും തീർത്തു. ഉച്ചയൂണും റെഡിയായി. പിന്നെ പാത്രങ്ങൾ ഞാൻ അപ്പോഴപ്പോഴും കഴുകി വയ്ക്കും. ഇല്ലെങ്കിൽ പിന്നെ കൂട്ടിയിട്ടിരുന്നിട്ട് പിന്നെ കഴുകുന്ന കാര്യം വലിയ പാടാണ്. പിന്നെ ഒരു മുഷിപ്പാണ്. അതുകൊണ്ട് അപ്പോഴപ്പോഴങ്ങ് കഴുകി അങ്ങ് മാറ്റും. പിന്നെ എപ്പോഴായാലും നമ്മൾ തന്നെ കഴുകേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ അത് ടക്കൻ അങ്ങ് എടുക്കുന്ന സാധനം അപ്പോഴപ്പോഴും കഴുകി വയ്ക്കും. ഇന്നതൊരു ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.